ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് ഒരു അവസരം തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തുള്ള ബന്ധത്തിൽ ഇബ്രാഹിം 12-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 15-ാം വാക്യമല്ലാണ്, അത് കണ്ടിന്യൂറ്റി പോലെ തോന്നും. അത് നമുക്ക് ഏശാവിനെ കുറിച്ച് ചില ആത്മീയ പാഠങ്ങൾ പഠിക്കാനാണ് ഈ വാക്യം വായിച്ചത്. അവൻ എന്തു പറ്റി? പഴയ നിയമത്തിലെ ഒരു ദുരന്ത കഥാപാത്രം അല്ലെങ്കിൽ ദുഃഖ കഥാപാത്രമാണ് ഏശാ. അവൻ്റെ പൊട്ടിക്കരച്ചിൽ ഞാൻ ഉൽപ്പത്തി ദിവസം എപ്പോൾ വായിച്ചാലും ആ രംഗം വരുമ്പോൾ ഞാനും കരയും. കാരണം അത്ര ദുഃഖത്തോടെ അപ്പാ അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുള്ള എൻ്റെ നിലവിളി, അത് ഹൃദയമുള്ളവർക്കാർക്കും മറക്കാനൊക്കത്തില്ല. എന്താണ് അവന് കുഴപ്പം? അവൻ്റെ വേദപുസ്തകത്തിൽ അവനെക്കുറിച്ച് ഒരു കുഴപ്പമുണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കിന് പോയെന്നോ ആരോട് ഒരു ക്രൂരനായിരുന്നെന്നോ അവൻ തീയത് എന്തെങ്കിലും ചെയ്തതെന്നോ ഒന്നും കാണുന്നില്ല. മാത്രമല്ല, അപ്പനെ നന്നായി അനുസരിക്കുന്ന മകനായിരുന്നു. അപ്പനെ നന്നായിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യുന്ന മകൻ, അപ്പൻ്റെ ഇഷ്ടപുത്രനായിരുന്നവൻ. സാധാരണ തല്ലിപ്പുള്ളിയായിട്ട് നടക്കുന്നവരെ പിതാക്കന്മാർ ഇഷ്ടപ്പെടാറില്ലല്ലോ. അപ്പോൾ അപ്പൻ്റെ ഇഷ്ടപുത്രനായി, നല്ല മനുഷ്യനായി, നല്ല ഉത്സുകനായി ജീവിച്ച മനുഷ്യൻ. ഇസ്ഹാക്കിൻ്റെ 2 മക്കളിൽ മൂത്തവൻ, എന്തിനു പറഞ്ഞു, സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ മൂത്തവൻ, നല്ല മനുഷ്യൻ. പക്ഷേ അവനെക്കുറിച്ച് ഇബ്രാഹിത്തിൽ എഴുതിക്കുന്ന വാക്ക് ചിലരല്ല ഗൗരവമുള്ളതാണ്. അവിടെ ഒന്നുകൂടെ ഞാൻ പറയാം. ആരും ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ അതിനേക്കാൾ നല്ലത് 15-ാം വാക്യം പോലെ അങ്ങ് വായിക്കാം. അപ്പോഴാണ് കുറെ കൂടെ നന്നായി ശ്രദ്ധേയം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി പ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളും. ബി കെയർഫുൾ, കരുതിക്കോണം. വിശ്വാസികൾക്കുള്ളൊരു വാണിംഗ് ആണ്. ഇങ്ങനെ ആകരുത്, അതുപോലെ ആകരുത്. ഞാൻ പറഞ്ഞേ, ഒരു വിധത്തിൽ നന്നായി ജീവിച്ച ആ മനുഷ്യൻ എന്തു പറ്റി? അടുത്ത വാക്യത്തിൽ പിന്നത്തേതിൽ അവൻ അനുഗ്രഹം ലഭിപ്പാൻ ഇച്ഛിച്ചു, ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചു, തള്ളപ്പെട്ടു, ഒരവസരവും കിട്ടിയില്ല. എന്താണ് ഏശാവിൻ്റെ കുഴപ്പം? നമ്മൾ സൂക്ഷിച്ച് പഠിച്ചാൽ ചില ശ്രദ്ധേയമായ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ നമുക്കവിടെ കിട്ടും. ഞാൻ ദിവസം ഇരുന്ന സമയത്ത് അവനെക്കുറിച്ച് 6-7 കാര്യങ്ങൾ പരസ്പര ബന്ധമുള്ളത്. വലിയ കടിച്ചാൽ പൊട്ടാത്തതൊന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ബോധ്യമാക്കി തന്നത് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമുക്ക് സംഭവിക്കരുത്. കരുതൽ, ശ്രദ്ധ വേണം. ഏശാവിനെങ്ങനെ പറ്റി? നിങ്ങൾക്ക് പറ്റരുത്. എന്തൊക്കെയാണ്? മലയാളത്തിൽ അഭക്തൻ എന്ന, ഏശാവിനെ പോലെ അഭക്തൻ. ഇംഗ്ലീഷ് ബൈബിൾ അൺഗോൾഡി. ഭക്തൻ അർത്ഥം ശരിയാണ്. അവനെപ്പോലെ അഭക്തനാകരുത്, അതിന് കരുതിക്കോണം. എന്താണ് ഏശാവിനെ പറ്റി? ചുരുങ്ങിയ സമയം കൊണ്ട് 3-4 കാര്യങ്ങൾ, 6-7 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്നെ ഒന്നുകൂടെ പറയുന്നു. അബ്രാഹാമിൻ്റെ മകനായ ഇസാക്കിന് 2 മക്കൾ. ഇസാക്കിൻ്റെ 60 വയസ്സായ സമയത്താണ് ഇവർ 2 പേരും ജനിക്കുന്നത്. 2 പേരും ഇരട്ടയായിരുന്നു.
ആദ്യം ഏശാവ് പുറത്തു വന്നു, തൊട്ട് പുറകെ യാക്കോവും വന്നു. രണ്ടുപേരും വളർന്നു. രണ്ട് മേഖലയിലേക്കായിരുന്നു അവരുടെ ജീവിതം. യാക്കോബ് അമ്മയുടെ ചെറുകൻ്റെ മറവിൽ ഒതുങ്ങിക്കൂടുന്ന പോലെ സാധുശീലനും കൂടാരവാസിയുമായിട്ട് അങ്ങനെ കഴിഞ്ഞു. ഏശാവ് വേട്ടക്കാരനായിരുന്നു. അപ്പോൾ അപ്പനെയൊക്കെ അനുസരിച്ച് നന്നായി പോകുന്ന സ്വഭാവം. അങ്ങനെ ഇരിക്കുമ്പോൾ ഏശാവിന് എന്ത് പറ്റി? അതാ ഞാൻ പറഞ്ഞേ, അവനെ അഭക്തനായെങ്കിൽ എന്താണ് അവന് പറ്റിയത്? അതുപോലെ നമ്മളായിരുന്നില്ലേ പറയുന്നത്. അവനെന്താ കുഴപ്പം പറ്റി? ഈ യാക്കോബല്ലേ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെ? അവൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി യാക്കോബല്ലേ അവനെയും അപ്പനെയും പറ്റിച്ച് ആട്ടിൻ്റെ വേഷമൊക്കെ ഇട്ട് ആട്ടിൻ്റെ തൊലിയെടുത്ത് പോയിഞ്ഞ് ഏശാവിൻ്റെ കുപ്പായം എടുത്തിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് യാക്കോബല്ലേ. പേട്ടിറച്ചി വേണമെന്നായി ഇസാക്ക് പറഞ്ഞ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 25, 26, 27 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവരുടെ കഥ കാണാം. അപ്പോൾ പേട്ടിറച്ചി വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് വീട്ടിലുണ്ടാക്കിയ ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് ഒന്നിൻ്റെ ആട്ടിറച്ചി ഉണ്ടാക്കി അതിൻ്റെ സൂത്രത്തിൽ അപ്പനെ പരിചയമുണ്ടോ യാക്കോബല്ലേ. ഏശാവ് ചതിക്കൊന്നും നിന്നില്ലല്ലോ, ഒന്നും നിന്നില്ല. എന്നിട്ടും എബ്രായത്തിൽ പറയുന്നു അവനെപ്പോലെ അഭക്തനാകാതിരിക്കാൻ സൂക്ഷിച്ചു. ഒന്ന്, ഏശാവിന് പറ്റിയൊരു കുഴപ്പം തൽക്കാല സാഹചര്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ ഒരു പ്രയോഗം കാണാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന് 32-ാം വാക്യം. അത് ഏശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. നോക്കണം 29-ാം വാക്യം. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. 30-ാം വാക്യത്തിലും ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശന്ന് ക്ഷീണിച്ച് വന്ന സമയത്ത് ആ നല്ല പായസത്തിൻ്റെ മണം. സ്വാഭാവികമായിട്ട് അവന് അന്നേരത്തത് വേണം. അന്നേരത്ത് അവൻ പറയുക ഞാൻ ചത്തു. തൽക്കാല സാഹചര്യത്തിൽ നിന്ന് പിടിക്കണം എന്നുള്ള ചിന്തയല്ലാതെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അവനില്ല. ജ്യേഷ്ഠാവകാശത്തിൻ്റെ വില അവൻ്റെ. അപ്പം യവൻ പായസം ചോദിച്ചപ്പോൾ മറ്റവൻ കണ്ണിങ്ങായിട്ട് അവിടെ അപ്പുറത്ത് നിൽക്കുക. അവൻ പറയാ ഞാൻ തരാം, പക്ഷേ ഒരു കാര്യം സ്വന്തം കൂടൊപ്പാണെന്ന് ഓർക്കണം. അവൻ പറയാം ചില്ലറ കാര്യങ്ങളല്ല ചോദിച്ച് അങ്ങനെ താൻ തന്നെ ജ്യേഷ്ഠാവകാശം. അവൻ നീ എടുത്തോ. പായസം വാങ്ങിച്ച് വയറ് നിറച്ച് ഏമ്പക്കം വിട്ട് ചിന്തിച്ചോ നോക്കണേ. അതായത് ഞാൻ പറഞ്ഞു ഒരു വിശപ്പ് ഒരു നേരത്തെ ആഹാരം. അവൾ ഇബ്രാഹിമത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ഊണിന് ഒരു നേരത്തെ ആഹാരത്തിന് അല്പം സഹിക്കാൻ പറ്റുകയില്ല. ഇപ്പോഴത്തെ സാഹചര്യം മാത്രം. വിലാപങ്ങൾ 1-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ അത് പറഞ്ഞതാണ്. ഭാവി കാലം അവൾ ഓർത്തില്ല എന്ന് യെരൂശലേമിനെ കുറിച്ച് യിരെമ്യാ വിലപിക്കുന്നുണ്ട്. ഭാവി കാലം അവൾ ഓർത്തില്ല. ഇതുപോലെ ഭാവിയെക്കുറിച്ച് ഓർക്കാതെ ദീർഘവീക്ഷണമില്ലാതെ തൽക്കാല സാഹചര്യങ്ങൾ നിന്ന് പഴിക്കാൻ നോക്കുന്ന ഒരു പ്രതിനിധിയാണ് ഏശാവ്. നമ്മളും അതുപോലെ തൽക്കാലത്തെ ഒന്നും സഹിക്കാൻ വയ്യാതെ പിടിച്ചിരിക്കാൻ പറ്റാതെ ആകുന്നെങ്കിൽ ഏശാവിൻ്റെ ഗതി തന്നെ നമുക്കും. 2, വേഗം അത് പറഞ്ഞു വിടാം. 2, ഒരു ഊണിന് വയറിന് വേണ്ടി അല്ലെങ്കിൽ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ പരീക്ഷകൻ ഏശാവിൻ്റെ അടുക്കൽ പരീക്ഷകൻ്റെ രൂപത്തിൽ വന്നില്ല. ശരിയാണ്. കർത്താവ് യേശു സ്നാനപ്പെട്ടിട്ട് 40 ദിവസം ഉപവസിച്ചു. മരുഭൂമിയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. സമയം മുതലാക്കി പരീക്ഷകൻ വന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പോകാൻ പറ നോക്കണേ. അപ്പോൾ കർത്താവിന് മറുപടി കൊടുത്തു. അതിനോട് അവസാനിച്ചു. നിനക്ക് അധികാരമില്ലേ, അങ്ങോട്ട് ഉപയോഗിക്കേ. ഉടനെ കർത്താവ് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രശ്നം തീർന്നു. ഇതുപോലെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി വയറിന് വേണ്ടി ജഡത്തിന് വേണ്ടി നാം ജീവിക്കുന്നെങ്കിൽ അവരുടെ പ്രതിനിധിയാ ഏശാവ്.
ദീർഘവീക്ഷണമില്ലാത്തത് മാത്രമല്ല, ആ ജ്യേഷ്ഠാവകാശം എഴുതി കൊടുത്തില്ല, വാക്കാൽ കൊടുത്തു, ഉടമ്പടി ചെയ്തു. അതിൻ്റെ വില എന്താണെന്ന് നമ്മൾ ചിന്തിച്ചോ? അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചിന്തിച്ചോ? ജന്മന അപ്പൻ്റെ സ്വത്തിൽ ഇരട്ടി പങ്ക്, കുടുംബത്തിലെ രാജ്യത്വം, പൗരോഹിത്യം, ഇതെല്ലാം ജന്മം മൂലം അവന് കിട്ടിയതാണ്. ആ സ്ഥാനങ്ങളും ആ പദവിയുടെ ഒക്കെ വില ചിന്തിച്ചിരുന്നെങ്കിൽ, ഒരു ഊണിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എത്രയെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഈ ഒരു ഊണിന് വേണ്ടി അവൻ യാക്കോബ് പറഞ്ഞപ്പോൾ യേശാവിന് പറയാമല്ലോ, അത് നടപ്പില്ല കുഞ്ഞേ, അതൊന്നും പറ്റുകയില്ല. എൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് ജന്മാനാ കിട്ടിയതാ, എന്ത് വന്നാലും നടക്കുകയില്ല, നിനക്ക് സൗകര്യമുണ്ടെ തന്നാൽ മതി എന്ന് പറയാമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത്, ഒന്ന്, ദീർഘവീക്ഷണം, ഭാവിയെക്കുറിച്ചുള്ള ചിന്തയില്ല. രണ്ട്, ജഡത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി, ശരീരത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി, ശരീരത്തിൻ്റെ സാഹചര്യങ്ങളെ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ആ വന്ന പരിശോധനയിൽ പിടിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. മാത്രമല്ല, പിന്നെയും മുന്നോട്ട് നീങ്ങട്ടെ. ആ 25-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. യാക്കോബിൻ്റെ കുഴപ്പമല്ല. അവൻ പറഞ്ഞപ്പോൾ, ഓഫർ വെച്ചപ്പോൾ അവൻ ചോദിച്ചു, അവന് അപ്പുറത്തും അവൻ വില പറഞ്ഞപ്പോൾ പറ്റുകയില്ലെന്ന് അവൻ പറയാം, ഞാൻ ചാന്ന് ചത്തോട്ടെ. അത് പറ്റിയില്ല. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റും എഴുതി അലക്ഷ്യമാക്കി കളഞ്ഞു. ഇതുപോലെയല്ലേ നമുക്കും പലപ്പോഴും സംഭവിക്കുന്നത്. അതുപോലെ ആകാതിരിപ്പാൻ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ, നമ്മുടെ മേൽ അർപ്പിതമായ, നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ദൈവകൃപയുടെ വലിയ വലിയ നിക്ഷേപത്തെ, നമുക്ക് നൽകിയിരിക്കുന്ന വലിയ പദവിയെ, വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങളെ അലക്ഷ്യമാക്കി കളയുന്ന മനോഭാവം നാം കാണുന്നില്ലേ ദൈവമധ്യേ? ഞാൻ ആരെന്ന് നാം മറന്നുപോകുന്നു. ജ്യേഷ്ഠാവകാശം ലക്ഷ്യമാക്കി. ജന്മന സെക്കൻഡുകളുടെ വ്യത്യാസമാണ്. മറ്റവൻ ആദ്യം സ്വാഭാവികമായിട്ട് വരാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതിങ്ങനെ ആയിപ്പോയി. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നടന്നതുകൊണ്ട് അവന് ലഭിച്ച ശ്രേഷ്ഠമായ പദവിയുടെ മൂല്യം എവനറിയില്ലെങ്കിലും മറ്റവനറിയാം. അതിനെ അലക്ഷ്യമാക്കി. നമുക്ക് ദൈവം കൃപയാൽ ചൊരിഞ്ഞിരിക്കുന്ന, നമ്മുടെ മേൽ വിളിച്ചിരിക്കുന്ന നാമത്തിൻ്റെയും അതുമൂലം നമുക്ക് ലഭിച്ചിരിക്കുന്ന അമൂല്യമായ കാര്യങ്ങളുടെ ശ്രേഷ്ഠത, ആ നിത്യമായ പദവികളുടെ ശ്രേഷ്ഠത നമുക്ക് നാം ചിന്തിക്കുന്നില്ലെങ്കിലും സാത്താൻ അറിയാം. അതാ അവൻ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ വീണു കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാലാമത് എനിക്ക് പറയാനുള്ളത്, അവനൊരു ഒരു തെറ്റായ ഇതുണ്ട്. തന്നെക്കുറിച്ച് തന്നെയുള്ള തെറ്റായ എസ്റ്റിമേഷൻ. ഞാൻ വ്യത്യസ്തനാണ്. എന്താ? ഈ 27-ാം അധ്യായത്തിൽ യാക്കോബ് 27-ാം അധ്യായത്തിൽ ഏശാവ് യാക്കോബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 21-ാം വാക്യത്തിൽ ഇസാക്ക് യാക്കോബിനോട്, മകനെ അടുത്തു വരിക, നീ എൻ്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ അപ്പനായ ഇസാക്കിനോട് അടുത്തിരുന്നു. അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, കൈകൾ ഏശാവിൻ്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, തൻ്റെ കൈകൾ സഹോദരനായ യേശാവിൻ്റെ കൈകൾ പോലെ, അവൻ്റെ കൈകൾ സഹോദരനായ യേശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. ശബ്ദം കേട്ടപ്പോൾ ഇസാക്കിൻ്റെ പന്തി കേട്ട് തോന്നി, നീ വാ ഞാൻ തപ്പി നോക്കട്ടെ. രണ്ട് കാര്യം അവൻ കൈയൊക്കെ തപ്പി നോക്കിയപ്പോൾ യേശാവിൻ്റെ രോമം പറഞ്ഞു വന്നത്, ഞാൻ വ്യത്യസ്തനാണ്, എൻ്റെ ശബ്ദം വ്യത്യസ്തമാണ്, എൻ്റെ ശരീരം വ്യത്യസ്തം. കാരണം
അവൻ്റെ കൈയെല്ലാം, യാക്കോബിന് അങ്ങനില്ല, കൈയെല്ലാം രോമമുള്ളവന്, ആർക്കും പറ്റിക്കാനൊക്കെയില്ല. മാത്രമല്ല വേറൊരു കാര്യം കൂടെ, 27 വാക്യം, അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു, അവനവൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു. ഇതാ എൻ്റെ മകൻ്റെ വാസന. നോക്കണേ, വസ്ത്രത്തിൻ്റെ വാസനയും വ്യത്യാസം. അപ്പോൾ അവന് ഞാൻ വ്യത്യാസമാണ്, മറ്റുള്ളവരെ പോലെ അല്ല, ഞാൻ വ്യത്യാസം. തന്നെക്കുറിച്ചുള്ള ഒരു വല്ലാത്ത ആത്മവിശ്വാസം യേശാവിനുണ്ട്. റോങ് എസ്റ്റിമേഷൻ അബൌട്ട് ഹിംസെൽഫ്. പലപ്പോഴും നാം പറയാറില്ല, പത്രോസ് പറഞ്ഞില്ലേ ഒരിക്കൽ, കർത്താവ് പറഞ്ഞു, കോഴി 2 വട്ടം കൂവും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിവിടുന്നു. പത്രോസ് പറഞ്ഞത്, എല്ലാവരും നിങ്ങൾ അറിയാലും ഞാൻ അറിയത്തില്ല, ഞാൻ നിന്നോട് മരിക്കാൻ തയ്യാറാണ്. പിന്നെ കിടന്ന് കരയുക. ഇതുപോലാണ് പലപ്പോഴും നമുക്കെല്ലാം ഉണ്ടാകുന്നത്. അവർക്കുണ്ടായ സാധാരണ പലപ്പോഴും വാഹനം ഓടിച്ച് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ചില പിള്ളേർ കാത്തിച്ചു വിടും. പലയിടത്തും അപകടം ഉണ്ടായത്, ആ പ്രശ്നങ്ങൾ, അവൻ അപകടം ഉണ്ടായി, എനിക്കൊന്നും പറ്റത്തില്ല, അവരാദ്യം ചെന്ന് വീഴുന്നേ. അപ്പോൾ തന്നെക്കുറിച്ചുള്ള തെറ്റായ നിഗമനം, തെറ്റായ കണക്കുകൂട്ടൽ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ ധാരാളമല്ലേ. യേശാവിൻ്റെ അനിയന്മാരല്ല, ചേട്ടന്മാരായിട്ട് ഇന്നത്തെ ആത്മീയ രംഗം മാറിപ്പോയി. മാത്രം അടുത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അവനുള്ളതെല്ലാം അടിച്ചു മാറ്റാൻ ഒരു പ്രതിയോഗി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവൻ മറന്നുപോയി. ഇവിടെയാ കുഴപ്പം. ഈ ജ്യേഷ്ഠാവാചം വയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെ, എന്നാ എനിക്ക് മതെന്നും പറഞ്ഞ് പായസം കുടിച്ച, എൻ്റെ ഭാഷയെ പറഞ്ഞ ഏമ്പൊക്കവും വിട്ട് പോയി, തൊപ്പതിയായി. അവൻ പിന്നെയും അടിച്ചു മാറ്റാൻ പിന്നെയും ശ്രമിക്കുമെന്ന് ചിന്തിക്കാനുള്ള വിവേകം അവനില്ല. അല്ലെങ്കിൽ ഞാൻ അപ്പൻ്റെ അനുഗ്രഹത്തിന് സമയമായി, അപ്പനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുക, അതുകൊണ്ട് അതിന് യാതൊരു വിഘ്നവും വരരുത്, ഞാൻ വേട്ടയ്ക്ക് പോവുക, ഒരു വിധത്തിലും ആരെങ്കിലും അടിച്ചു മാറ്റുമോ എന്ന് സംശയിച്ച്, അങ്ങനൊരു സംശയമേ ഇല്ല, അങ്ങനൊരു ചിന്തയുമില്ല. പ്രതിയോഗിയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചിന്ത അവനില്ല. ഇത് നമുക്കുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് പറ്റിയിരിക്കുന്നത് യേശാവിനെ പോലെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രതിയോഗിയുടെ പോക്കറ്റിലാണ് നാം. അല്ലെങ്കിൽ ശത്രുവിൻ്റെ പിശാചിൻ്റെ കയ്യിൽ, കസ്റ്റഡിയിൽ. ദൈവത്തിൻ്റെ ആലോചനയല്ലല്ലോ, ദൈവം അറിയുന്നില്ലല്ലോ. മാത്രമല്ല 26-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ യേശാവ് ഭാര്യമാരെ എടുത്ത കാര്യമുണ്ട്. സാധാരണഗതിക്ക് 27-ാം അധ്യായത്തിലാണ് അനുഗ്രഹം, അപ്പൻ്റെ അനുഗ്രഹം മരണകാലമായെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവനൊരു കാര്യം ചെയ്യാം, ഭാര്യമാരോട് പറയാം, ഞാൻ വേട്ടയ്ക്ക് പോവുക, എൻ്റെ നിഗമനമാണ്. മറ്റവന എൻ്റെ അനിയനുണ്ട്, അവൻ ഉപായിയാണ്, അവൻ അടിച്ചു മാറ്റാൻ മിടുക്കന, എൻ്റെ അപ്പനെ പറ്റിക്കാൻ, ഞാൻ വരുന്നവരെ അപ്പനെ പറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം, നിങ്ങൾ ഒരു കണ്ണ് വേണം എന്നവരോട് പറയാം. അവനതുമില്ല. അതാ പറഞ്ഞേ, അഡ്വേഴ്സറിയുടെ തൻ്റെ അനുഗ്രഹം തട്ടി മാറ്റാൻ ഒരാൾ ഉണ്ട് എന്നുള്ള ചിന്ത അവൻ്റെ ഹൃദയത്തിലില്ല. ഇപ്പോൾ മനസ്സിലായി, യേശാവ് അഭക്തൻ എന്ന് എബ്രായലേഖനത്തിൽ പറയണമെങ്കിൽ ആ പ്രശ്നം, എൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ ഒരാളുണ്ട്, ആ ചിന്തയില്ല. അപ്പൻ കേട്ടത് പാതി, അപ്പൻ്റെ വാക്ക് കേട്ടത് പാതി, കേൾക്കാത്ത പാതി അവൻ എടുത്തുകൊണ്ട് പോയി. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറിക്കൊണ്ട് വന്ന ശബ്ദം കേട്ട അലറുന്ന സുമുഖെന്ന പോലെ ആഴെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് അവൻ ചുറ്റി നടക്കുകയാണെന്ന് പത്രോസ് പറയുന്നു. കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത് 2:11 സർപ്പം ഉപായത്താൽ ഹവ്വായെ ചയച്ച പോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശത്രുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ചിന്ത പോലുമില്ല. സംഭവിക്കുക, എന്നാലും ഒരു കരുതൽ വേണമല്ലോ. സൂക്ഷിച്ചുകൊള്ളുവീൻ, കരുതിക്കൊള്ളുവീൻ, അതുപോലെ സംഭവിക്കാതിരിക്കാൻ. മാത്രമല്ല അമിത ആത്മവിശ്വാസം,
എന്നെ ആരും തോപ്പിക്കുകയില്ല, ഞാൻ വീഴത്തില്ല. എല്ലാവരും വീണാലും ഞാൻ വീഴുകയില്ല, ഞാനെത്തും, ഞാൻ വീഴുകയില്ല. തന്നെക്കുറിച്ച് തന്നെയുള്ള അമിത ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. ആത്മീയത നോക്കുന്ന പലരും ഇന്ന് പലരെ ഉപദേശിക്കുമ്പോൾ അനേക തിരിച്ചടികൾ എനിക്ക് പറ്റിയിട്ടുണ്ട് ഉപദേശിക്കാൻ പോയിട്ട്. നമ്മുടെ ജോലി അതാണല്ലോ. പലരെയും ഉപദേശിക്കുമ്പോൾ പലരെയും ഗുണദോഷിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല. ഐ വിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, ഞാൻ കരുതുന്നുണ്ട്. അടുത്ത് ചെന്ന് അധികം വൈകണ്ട, ചെന്ന് ചാടും. അമിത ആത്മവിശ്വാസം. അതുപോലെ നമുക്ക് ഉണ്ടായിപ്പോയാൽ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാം തന്നെയാണ് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം. അതുകൊണ്ടാണ് പുസ്തകത്തിലെഴുതി എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭയത്തോടെന്ന് പറഞ്ഞാൽ പേടിച്ച് അങ്ങും ഇങ്ങും നോക്കി നടക്കണമെന്നല്ലല്ലോ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നാം തന്നെയാണ്. എൻ്റെ ഏറ്റവും വലിയ ശത്രു പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ്. അതിനെ തിരിച്ചറിഞ്ഞ ദൈവഭയത്തിൽ ജീവിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓവർ കോൺഫിഡൻസ്, അമിത ആത്മവിശ്വാസം മാത്രമല്ല, ഞാൻ പറഞ്ഞു ഞാൻ വ്യത്യസ്തനാണ്, ആർക്കും എന്നെ പറ്റിക്കാനൊക്കെ ഇല്ല. അവനറിഞ്ഞില്ല അവൻ്റെ ആത്മവിശ്വാസം ഏതിലായിരുന്നോ അതിൽ ശത്രു പ്രവർത്തിച്ചു. മാത്രമല്ല പുള്ളിക്കാരന് എക്സ്ചേഞ്ച് ഇന്നത്തെ കാലത്തിൽ എല്ലാം എക്സ്ചേഞ്ചാണല്ലോ. പഴയത് കൊണ്ടോ പുതിയത് കൊണ്ടോ. അതുപോലെ ജ്യേഷ്ഠാവകാശം എന്നാ പിടിച്ചോ, എന്താ എനിക്ക് പായസം മതി. എക്സ്ചേഞ്ച്, വെച്ചുമാറൽ. CS മാത്യു പണ്ട് പാടി, മണ്ണേ പ്രതി മാണിക്യം വെടിയില്ല. ഇന്ന് മാണിക്യമൊന്നും വേണ്ട, മണ്ണ് മതി. പിടിച്ചോ, സാത്താനെ പിടിച്ചോ. അപ്പോൾ ഈ കാരണങ്ങളാൽ കണ്ടോ, വലിയ ഗുരുതരമായ പാപമൊന്നുമല്ല, ഗൗരവമായി ഒന്നും ചെയ്തില്ല. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ അശ്രദ്ധ അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി. പിന്നെ കുത്തിയിരുന്ന് കരയുക, ഒരു പ്രയോജനമില്ല, കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നത്തേതിൽ ആ വാക്യം ശ്രദ്ധിക്കണം. പിന്നത്തേതിൽ കരഞ്ഞെന്ന് മാത്രമല്ല, അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും മനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യു നോ ദാറ്റ്. നിങ്ങൾക്കതറിയാമല്ലോ. എന്താ കരഞ്ഞു വിളിച്ചു നോക്കി, അനുഗ്രഹമെല്ലാം അനിയം കൊണ്ടുപോയി. കാരണം യവൻ നേരത്തെ ജ്യേഷ്ഠാവകാശം വിറ്റതല്ലേ. പിന്നെ ഇനി കുത്തിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കൊടുക്കുവാൻ ചിന്തിക്കണം. പായസത്തിന് വേണ്ടി അനുഗ്രഹം വെച്ചു മാറിയപ്പോൾ, ജ്യേഷ്ഠാവകാശം വെച്ചു മാറിയപ്പോൾ അവൻ ചിന്തിക്കണമായിരുന്നു. പിന്നെ കുത്തിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. പ്രിയ ദൈവജനമേ, ഏശാവ്, ഞാൻ പറഞ്ഞല്ലോ, ഏശാവ് ദുഷ്ടനോ ഒന്നുമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ അവൻ അഭക്തനായിരുന്നു. എങ്ങനെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആകാതിരിപ്പാൻ കരുതിക്കൊള്ളുവേൻ, സൂക്ഷിച്ചോളുവേൻ. ബി കെയർഫുൾ. ഏശാവിന് അങ്ങനെ സംഭവിച്ചെങ്കിൽ എനിക്ക് നിങ്ങൾക്കും സംഭവിക്കാം. മറ്റാർക്കും എന്നെ പറ്റിക്കാൻ പറ്റില്ല. കാരണം എന്താ, എൻ്റെ ശരീരം വ്യത്യാസമാണ്, രോമാവൃതമാണ്, എൻ്റെ ശബ്ദം വ്യത്യാസമാണ്. കണ്ണു കാണാത്ത അപ്പന് അവന് സ്വപ്നം വിചാരിച്ചോ അമ്മയും മോനും കൂടെ കയ്യേലെല്ലാം ആട്ടിൻതോളെടുത്ത് പൊതിയുമെന്ന്? നോക്ക, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മെ വീഴ്ത്തുവാൻ ഒരു ശത്രു മുൻപിലുണ്ടെന്നുള്ള ബോധം എപ്പോഴും വിശ്വാസിക്ക് ആവശ്യം. 1000 പേര് വീണാലും 10,000 പേര് വീണാലും ഞാൻ വീഴത്തില്ല. പക്ഷേ ഇവിടെ തെക്കൻ ഭാഗത്തൊരു പഴഞ്ചൊല്ലാണ്, നാടൻ പഴഞ്ചൊല്ല, ക്ഷമിക്കണം, കെട്ടായിരുന്നു, പുട്ട് നായ കൊണ്ടുപോയി എന്ന് പറയും. അല്ലെങ്കിൽ പുട്ടൊക്കെ പൊതിഞ്ഞു വെച്ചിരുന്നു, നല്ല കെട്ടിലായിരുന്നു, സമയം വന്നപ്പോൾ കെട്ടെങ്ങനെ പോകണ്ട, പുട്ട് പോയി. ഇതുപോലെ അതിനകത്തുള്ളത് കൊണ്ടുപോയി അടിച്ചു മാറ്റി പിശാച് തന്ത്രപരമായി പലതും അടിച്ചു മാറ്റി. ഇന്ന്
നിന്നാപാത്രമായി നിരാശരായി കഴിയുന്ന എത്രയോ പേർ. എന്തുകൊണ്ട്? പറഞ്ഞല്ലോ ഏശാവിൻ്റെ കാര്യത്തിൽ 6-7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വളരെ നിസ്സാരം. ഒന്ന്, തൽക്കാല സാരത്തിന് വേണ്ടി മാത്രം, ഭാവിയെക്കുറിച്ച് അവന് ചിന്തയില്ല. 2, ജഡത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെ ചിന്തയുള്ളൂ. അവൻ്റെ തിരഞ്ഞെടുപ്പെല്ലാം ജഡത്തെ തൃപ്തിപ്പെടുത്താൻ. ഇപ്പോൾ ചത്തുപോകുന്നത് പോട്ടുന്നേ, അല്ലെ വേറെ വഴി നോക്കാം, ചിന്തിക്കത്തില്ല. മാത്രമല്ല അവൻ്റെ ജ്യേഷ്ഠാവകാശം ക്ഷീണിച്ചാണ്. നമ്മൾ പണ്ട് പാട്ട് പറഞ്ഞു, എത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഏഴേൽ പകർന്ന യേശു എത്ര നല്ലതാണ്. ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തയാണ്. ജ്യേഷ്ഠാവകാശം തുച്ഛീകരിച്ചു. മാത്രമല്ല തന്നെക്കുറിച്ച് തന്നെയുള്ള തെറ്റായ നിഗമനം. ഞാൻ വ്യത്യസ്തൻ, എൻ്റെ ശരീരം വ്യത്യസ്തം, എൻ്റെ ശബ്ദം വ്യത്യസ്തം, എൻ്റെ വേഷം വ്യത്യസ്തം. തെറ്റായ നിഗമനം. 6, അമിത ആത്മവിശ്വാസം. ഞാൻ വീഴില്ല വേണ്ട, വീണില്ല. മാത്രമല്ല 7, അവനെ എക്സ്ചേഞ്ച് ബിസിനസ് വെച്ചു മാറും. പായസം മതി, ശേഷം ആശുപത്രി ഒരു ഊണിന്. എന്ത് രസമായിട്ട് അഭിപ്രായത്തിൽ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ് യേശാവിനെ പോലെ അപക്തനാകാൻ കരുതിക്കൊള്ളു. ദൈവം തന്ന അമൂല്യമായതല്ല, നമുക്ക് തന്ന അമൂല്യമായതല്ല. നമ്മുടെ ജന്മം കൊണ്ട് ദൈവ കുടുംബത്തിലേക്ക് വീണ്ടും ജനിക്കിയാൽ എന്തെല്ലാം ഭാഗ്യം. നമുക്ക് നിത്യജീവൻ അവകാശികളായി, ദൈവ സ്വഭാവത്തിന് അവകാശികളായി, ദൈവ കുടുംബത്തിന് അംഗമായി, ദിവ്യ ജീവൻ നമുക്ക്, അല്ലെങ്കിൽ സ്വതന്ത്ര ജീവൻ നമുക്ക് കിട്ടുന്നു. എത്ര ഭാഗ്യമാണ്. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി. ദൈവത്തോടു കൂടി ഇരുപ്പാൻ അവകാശം. ഇതൊക്കെ ഈ ശ്രേഷ്ഠമായ പദവിയൊക്കെ നമ്മളെ ഒന്നും മുടക്കിയിട്ടല്ല, ദാനമായി നാമനിൽ ജനിച്ചത് മൂലം കിട്ടിയതാണ്. അത് മൂല്യം നമ്മെ ഉന്നതമായ നിലയിൽ മാത്രമല്ല, ഈ ഈ അനുഗ്രഹങ്ങൾ ദാവീദ് അടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ, ഏശാവ് തന്നെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളയാതിരുന്നെങ്കിൽ, അലക്ഷ്യമാകാതിരുന്നെങ്കിൽ, അവൻ കരുതലോടെ ജീവിച്ചെങ്കിൽ യാക്കോബിനുള്ള പദവി അവനാകേണ്ടതാണ്. യാക്കോബിൻ്റെ സന്തതിയല്ല, ഈ ഏശാവിൻ്റെ സന്തതിയിൽ കൂടെ. അത് വേറെ കാര്യം, ദൈവിക തെരഞ്ഞെടുപ്പ് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ചരിത്രഗതി വഴിമാറിയേനെ. അപ്പോൾ നമ്മെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന മഹത്തായതൊക്കെ നമ്മെക്കൊണ്ട് നടക്കാതിരിപ്പാൻ മറ്റവൻ ശത്രു മറുവശത്തുണ്ട്, അടിച്ചു മാറ്റാൻ ശത്രു മറുവശത്തുണ്ട്. അതുകൊണ്ടാണ് സാത്താൻ നമ്മെ തോൽപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ സാത്താൻ അഡ്വാൻറ്റേജ് എടുക്കരുതെന്ന. ഒരിക്കലും നമ്മെ തോൽപ്പിക്കാതെ, നമ്മിൽ അഡ്വാൻറ്റേജ് എടുക്കാതെ കൃപയിൽ ജീവിക്കാം. ഏശാവിനെ പോലെ പിന്നീട് കടന്ന് നമ്മൾ കരഞ്ഞിട്ടും വിളിച്ചിട്ടും കാര്യമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ 10 കന്യകമാരെ കാര്യത്തിൽ 5 പേർക്ക് പറ്റി പറഞ്ഞല്ലോ. പിന്നെ വന്ന് കിടന്ന് കരയുക, കർത്താവേ തുറക്കണേ തുറന്നില്ല, അടച്ചത് അടച്ചു. വേറൊരു കൂട്ടം അങ്ങനെ പറയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, വലുതൊക്കെ ചെയ്തു. കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേയില്ല. അങ്ങനെയുള്ള ഗതികേട് നമുക്ക് വരാതിരിപ്പാൻ, പിന്നെ കിടന്ന് കരയാതിരിപ്പാൻ നമുക്ക് സൂക്ഷിക്കാം. ഭയത്തോടെ ജീവിക്കാം, കരുതലോടെ ജീവിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കത് കരുതിക്കൊള്ളുവിൻ. ഏശാവിനെ പോലെ ആകാതിരിപ്പാൻ. തൽക്കാല സാഹചര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇമ്മയ്ക്കാക്ക തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം, നിത്യതയെക്കുറിച്ച് ചിന്തയില്ലാതെ, ഭാവിയെക്കുറിച്ച് ചിന്തയില്ലാതെ, സ്വന്തം ജഡത്തെ പോഷിപ്പിക്കാൻ, ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തയില്ലാതെ, ദൈവം തന്ന പദവിയെ അലക്ഷ്യമാക്കുന്ന, അമിത ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്ന, ഓവർ കോൺഫിഡൻസ്, അമിത ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്ന, സ്വയം തെറ്റായ വിലയിരുത്തൽ നടത്തുന്ന, ശത്രുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധമില്ലാത്ത പിച്ചുമാറൽ നടത്തുന്ന അവസ്ഥ നമുക്കും ഉണ്ടെങ്കിൽ നാം ഏശാവിനെ പോലെയാകും. സംഭവിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം,
പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നിങ്ങളാരും ഒരു ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തരാകാതിരിപ്പാൻ കരുതിക്കൊള്ളുവെന്ന് പറഞ്ഞ വാക്യത്തെ നിങ്ങൾ യേശാവിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ചിന്തിപ്പാണ്ടേയായല്ലോ. വർത്തമാനകാല സാഹചര്യങ്ങൾക്ക് വേണ്ടി ഭാവിയെക്കുറിച്ച് ചിന്തയില്ലാതെ തൻ്റെ ജഡത്തിന് വേണ്ടി ചിന്തിച്ച് കർത്താവേ, തന്നെക്കുറിച്ചുള്ള തെറ്റായ കണക്കുകൂട്ടലും അമിത ആത്മവിശ്വാസവും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പദവികളെക്കുറിച്ചുള്ള തുച്ഛീകരണവും ശത്രുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയും വെച്ചുമാറുന്ന ശ്രേഷ്ഠമായതിനെ വെച്ചുമാറുന്ന സ്വഭാവവും ഞങ്ങളിലുണ്ടെങ്കിൽ ഞങ്ങളെ ശവനെ പോലെ ആകുമല്ലോ. അതാ പിന്നത്തേതിൽ മനസാന്തത്തിന് ഇടകിട്ടാതെ കരഞ്ഞതുപോലെ ഞങ്ങൾക്ക് വരാതിരിപ്പാൻ, ഞങ്ങളെ സൂക്ഷിപ്പാൻ, കരുതിക്കൊള്ളുവാൻ കൃപകരണമേ. ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ഭയത്തോട് ചെലവഴിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.